അന്നദാനം, മഹാദാനം. അന്നദാനത്തിന്റെ മഹത്വം പറയുന്ന ഈ കഥ മഹാഭാരതത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. കർണനും സുയോധനനും മരണശേഷം സ്വർഗത്തിലെത്തി. രണ്ടുപേർക്കും ഉജ്ജ്വലമായ വരവേൽപ്പും കാര്യങ്ങളും ഒക്കെ ലഭിച്ചു. അവിടെ രണ്ടുപേർക്കും ഓരോ കൊട്ടാരം നൽകി. സകലവിധ സൗകര്യങ്ങളും ഉള്ള കൊട്ടാരങ്ങളിൽ ദർബാറുകളും നർത്തകിമാരും എല്ലാം ഉണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞു. കർണന് ദാഹം അനുഭവപ്പെട്ടു. വെള്ളം അന്വേഷിച്ച് കൊട്ടാരം മൊത്തം കറങ്ങി നടന്നു. ഒരിടത്തും കിട്ടിയില്ല. വെള്ളം മാത്രമല്ല, ഭക്ഷണവും അവിടെയെങ്ങും ഇല്ലെന്ന് മനസ്സിലായി. ഉള്ള ആപ്പിളും മുന്തിരിയുമെല്ലാം തന്നെ സ്വർണത്തിലും വെള്ളിയിലും ഉള്ളതാണ്. വൈകുന്നേരമായപ്പോഴേക്കും കർണൻ അവശനായി. ഗതിമുട്ടിയപ്പോൾ കർണൻ കൃഷ്ണനെ കണ്ട് സങ്കടം ഉണർത്തിച്ചു. ഒന്നും തിന്നാനും കുടിക്കാനും തരാതെ എന്ത് സ്വർഗം? സുയോധനന് എല്ലാ സൗഭാഗ്യവും ഉണ്ട്, എനിക്ക് ഭക്ഷണവും വെള്ളവും ഇല്ല. കൃഷ്ണൻ പറഞ്ഞു, നീ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തോ അതനുസരിച്ചാണ് സ്വർഗത്ത് നിനക്ക് ഓരോ സൗകര്യങ്ങൾ കിട്ടുന്നത്. എന്നെങ്കിലും ദാഹിച്ചു വരുന്ന ഒരാൾക്ക് വെള്ളമോ വിശന്ന് നടന്ന ഒരാൾക്ക് ഭക്ഷണമോ നീ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തതെല്ലാം സ്വർണവും വെള്ളിയും രത്നങ്ങളുമല്ലേ. പിന്നെ നിനക്ക് സ്വർഗത്തിലെങ്ങനെ ഭക്ഷണം കിട്ടും? കർണൻ ആകെ വിഷമത്തിലായി. ഭക്ഷണം കിട്ടാൻ ഒരു വഴിയുമില്ലേ? കൃഷ്ണൻ, എന്നെങ്കിലും ആർക്കെങ്കിലും അന്നദാനം നടത്തുന്ന സ്ഥലത്തേക്ക് നീ വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? കർണൻ, ഉണ്ട്. ഒരിക്കൽ സുയോധനൻ അന്നദാനം നടത്തിയപ്പോൾ ഒരാൾക്ക് ആ സത്രത്തിലേക്കുള്ള വഴി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൃഷ്ണൻ, എന്നാൽ നീ അന്ന് ചൂണ്ടിയ ആ വിരൽ ഇപ്പോൾ നുണഞ്ഞു നോക്കൂ. കർണൻ ഭഗവാനെ അനുസരിച്ചു. വലതു കൈയിലെ ചൂണ്ടുവിരൽ നുണഞ്ഞ കർണന്റെ വിശപ്പ് മാറിയെന്നാണ് ഐതിഹ്യം. അന്നദാന സത്രത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയ വിരലിന് ഇത്രയും പുണ്യമെങ്കിൽ അന്നദാനം നടത്തുന്നവർക്ക് സ്വർഗം നിശ്ചയമത്രേ. ദാനങ്ങളിൽ വച്ച് ഏറ്റവും മഹത്തായത് അന്നദാനമാണ്.